യെസ്, സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എ ടോയ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലുള്ള ഒരു ടോയ് ഉണ്ട്. അതിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 96 ആണ്. എന്താണ് ഈ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മീനിങ്? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4a എന്നാണ് മീനിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4a എന്നാണ്. 4a എന്ന് പറയുന്നത് 96 ആണ്. മനസ്സിലായോ? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4a. 4 എഡ്ജുകൾ കൂടുമ്പോഴാണ് ബേസ് പെരിമീറ്റർ ആവുക. ഹൈറ്റ് ഇവിടെ 9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് എഡ്ജ് എങ്ങനെ കാണുക? നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. 4a എന്നുള്ളത് 96 ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് a കാണലാണ്. സിമ്പിൾ ആണ്, ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. 4a എന്നുള്ളത് 96 ആണെങ്കിൽ a എത്രയായിരിക്കും? ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടും. 96/4. ആൻസർ എത്രയാണെന്ന് ചെയ്ത് നോക്കിയാൽ മതി. എത്ര 96/4? 24 അല്ലേ? 24. യെസ്. അടുത്ത ബി ക്വസ്റ്റ്യൻ. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോയ് കാണാന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് SLC എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരും. മക്കളെ ഇങ്ങോട്ട് മാത്രം നോക്കിയിരുന്നോളൂ. സ്ലാൻഡ് ഹൈറ്റ് കാണാനാണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് കണ്ടാ നിങ്ങൾക്ക് എന്തളകണം? ഹാലളകണം. മനസ്സിലായോ? ഹൈറ്റ് ഉണ്ടോ? ഹാലാണ്. വേറൊരു ഇക്വേഷനും ഇല്ല. ഹൈറ്റ് ഉണ്ടോ? ഏതാണ് ഇക്വേഷൻ? ഹാല്. സോ ഞാൻ ഹാൽ എന്ന് എഴുതാൻ പഠിപ്പിച്ചു തന്നിരുന്നു. എങ്ങനെ ഹാൽ എന്ന് എഴുതുക? h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു l². ഇന്ന് എല്ലാണ് കാണാനുള്ളത്. അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചെഴുതുകയാണ്. l² ഈസ് ഈക്വൽ ടു h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇതെന്ന് എല്ലാണ് കാണുന്നത്. അതുകൊണ്ട് സ്ക്വയർ പോകുമ്പോൾ മറ്റേ സ്ഥലത്ത് എന്ത് വരും? റൂട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. h² എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? h എന്ന് പറഞ്ഞാല് 9² അല്ലെ? h എന്ന് പറഞ്ഞാൽ 9² എത്രയാണ്? 81. a/2 സ്ക്വയർ. a 24 ആണ്. a/2 എത്ര? 12. a 24 ആ. a/2 എന്ന് പറഞ്ഞാൽ 12² എത്രയാണ്? 144. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. എത്ര കിട്ടും? 225 കിട്ടും, 15 കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്തതാണ് മക്കളെ, വെരി സിമ്പിൾ ആണ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോയ് നമ്മൾ പെയിന്റ് അടിക്കുകയാണ്. നേരെ നോക്കിയിരുന്നോ? പെയിന്റ് അടിക്കണ ക്വസ്റ്റ്യൻ വന്നാ വേറെ ഒന്നുമല്ല കാണേണ്ടത്, സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് പഠിക്കുക. പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്. ഒരു ടാങ്കിൽ വെള്ളം എത്ര ഉണ്ടെന്ന് വെച്ചാൽ വോളിയാണ്. കൺഫ്യൂഷൻ വരുമോ? പെയിന്റ് അടിക്കണ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ കാണണ്ടത്? പറടാ. പെയിന്റ് അടിക്കണ ക്വസ്റ്റ്യൻ കണ്ട എന്താ കാണണ്ടത്? സർഫസ് ഏരിയ. എന്താണ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? a² പ്ലസ് 2al ആണ് മക്കളെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇതിന്റെ അവിടെ കറക്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. a² എന്ന് പറഞ്ഞാൽ 24² 2al എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു a എത്രയാണ്? പറടാ, a എത്രയാണ്? 24 ഇൻറ്റു 15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എത്രയാണ് 24ന്റെ സ്ക്വയർ? 576 അല്ലേ? 2 ഇൻറ്റു 24 48 അല്ലെ? 48 ഇൻറ്റു 15 എത്രയാണ്? 48 ഇൻറ്റു 15 ഒന്ന് ചെയ്ത് നോക്കൂ. 48 ഇൻറ്റു 15 ചെയ്ത് കഴിഞ്ഞാൽ 720 കിട്ടും തോന്നുന്നു. 720 പ്ലസ് 576 ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. 576 1296 ആണോ കിട്ടുന്നത്? യെസ്, 1296 കിട്ടും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇനിയാണ് ഏറ്റവും ടെസ്റ്റ് കാര്യം പറയുന്നത്. വെരി ടെസ്റ്റ്. കണ്ടോ? മീറ്ററിലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്ക്. സെന്റിമീറ്റർ സ്ക്വയറിലാണ് നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് മീറ്ററിലാണ്. സോ എങ്ങനെയാണ് ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1296 എന്തോട്ട് ഡിവൈഡ് ചെയ്യണം? 100 × 100 ഡിവൈഡ് ചെയ്യണം.
ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട് നോക്കടാ ക്വസ്റ്റ്യനിൽ നോക്ക്, ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട്? 1000 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് 50 ആണ്. സോ ഇതിനെ 1000 കൊണ്ടും 50 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും വേണം. ഇതിനെ 1000 കൊണ്ടും 50 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും വേണം. സിമ്പിൾ ആണ് മക്കളെ. എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, സോറി 100 ആണ് അല്ലെ. എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ടോ 100 എണ്ണാണെങ്കിൽ ആ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണോ പ്രൈസ് ആ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മക്കളെ മനസ്സിലായോ? എന്തൊട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണ്ട്? ആദ്യം സെന്റിമീറ്റർ സ്ക്വയറിനെ നേരെ നോക്കിക്കോ. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്താ ചെയ്ത്? ഡിവൈഡഡ് ബൈ 100 × 100 ചെയ്യുക. അടുത്തത് എത്ര എണ്ണം എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്രയാണ് അതിന്റെ ഒന്നിന്റെ റേറ്റ് എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 100ത്തെ ഈ 2 0 കട്ട് ചെയ്യാം, ഈ 2 0 കട്ട് ചെയ്യാം, ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം, ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഈ 5ഉം 10ഉം വേണമെങ്കിൽ വീണ്ടും കട്ട് ചെയ്യാം, ഈ 5ഉം 10ഉം വേണമെങ്കിൽ വീണ്ടും കട്ട് ചെയ്യാം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 5ൽ എത്ര 5 ഉണ്ട്? 1. 10ൽ എത്ര ഉണ്ട്? 2. അപ്പൊ 1296 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്ക്. നിങ്ങൾ ചെയ്ത് നോക്ക്. എത്ര കിട്ടണ്? 648 ആണ് തോന്നുന്നു. 1296നെ 2 ഡിവൈഡ് ചെയ്ത 648 റുപ്പീസ് എന്ന് കിട്ടും. ഇത് വെരി സിമ്പിൾ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 മിനിറ്റ് സമയം തരാം, വേഗം പഠിച്ചോളൂ.